അർജുൻ്റെ ചില പെർഫോമൻസുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിലും അതിലും കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ മത്സരം, അതായത് ഒരു ഷോ വളരെ മനോഹരമായി വരട്ടെ. ആ ഷോ മനോഹരമായി വരുമ്പോൾ ഞാനും ഇന്നലകളിൽ ആ ഷോയിൽ പോയിട്ടുള്ളവരും കൂടുതൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. ഷോ മോശമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉൾപ്പെടെ അപമാനിതരാവുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വിഷയത്തിൽ, ഈ ബിഗ് ബോസുമായിട്ടുണ്ടായ വിഷയത്തിൽ തുടക്കത്തിൽ എനിക്ക് പ്രതിഷേധിക്കാനുണ്ടായിട്ടുള്ളൊരു കാരണം പോലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരു ഷോ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഷോ, എന്നെ ഞാനാക്കിയ നമ്മുടെ ഒരു ഷോയെ ഇവർ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ ആ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കെതിരെയായിരുന്നു തുടക്കത്തിൽ സംസാരിച്ചതും. അവർ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിന് എത്രത്തോളം ഓഡിയൻസ് ഉണ്ടെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല. രണ്ടായാലും പുറത്ത് നടക്കുന്ന വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് വന്ന് ഇടപെടാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല, നമ്മളെ ഉപയോഗിച്ചുകൊണ്ട്. കാരണം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം തുടക്കത്തിലെ തന്നെ ഈ പോകുന്ന കാര്യം അത് ഞാൻ പറയും. ഇപ്പം ജാസ്മിൻ ജയിച്ചാലും ഞാൻ ഇതിലിപ്പോൾ ആര് ജയിച്ചാലും അവർക്കൊരു അഭിനന്ദനം ഇട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുക എന്നതിനപ്പുറത്തേക്ക് ആരെയും ജയിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ആരെയും തോൽപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആരാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയാൽ ആ മികച്ച ആൾ ജയിക്കാൻ വേണ്ടിയിട്ട്, വോട്ട് സ്പ്ലിറ്റായി പോകാതെ മികച്ച ഒരാൾ ജയിക്കാൻ വേണ്ടിയിട്ട് ആ മികച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. അത് മാത്രം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ, കാരണം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനു മുമ്പ് ചോദിക്കാനായി എനിക്ക് കുറച്ച് ഞാൻ നിങ്ങളോട് അങ്ങോട്ടൊരു ഇത് പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റുമൊക്കെ എനിക്ക് ഒരു അല്പസമയത്തേക്ക് മാറി നിൽക്കണം. കാരണം എനിക്കൊന്ന് രണ്ട് ബിസിനസ് കാര്യങ്ങൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിരക്കുകൾ കാര്യങ്ങളുണ്ട്. ഞാൻ 17-ാം തീയതി ദുബായി പോവുകയാണ്. അതോടൊപ്പം തന്നെ സിനിമയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷന് ഞാൻ കൂടെ പങ്കാളിയായേ പറ്റൂ എന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാര്യം സിനിമ ഈ വർഷം ഇതിനോടൊക്കെ എത്ര സിനിമ ഇറങ്ങിയ നിങ്ങൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അഖിലേട്ടാ സിനിമ എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല എന്ന്. നിങ്ങളിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിനിമയുടെ കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഈ വർഷം 108 സിനിമകളാണ് ഇതിനോടകം ഇറങ്ങിയത്. ഈ 108 സിനിമകളിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എത്ര സിനിമ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടിട്ടുള്ള സിനിമകളിൽ എത്ര സിനിമ കച്ചവടം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമകൾ എത്ര എണ്ണം OTT-യിൽ വന്നിട്ടുണ്ട്. ഈ OTT-യിൽ വന്നിട്ടുള്ള സിനിമകൾക്ക് എത്ര രൂപയാണ് യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വിജയിച്ചിട്ടുള്ള സിനിമകൾക്ക് പോലും കിട്ടിയേക്കുന്ന തുകകൾ വളരെ കുറവാണ്. അതുകൊണ്ട് മലയാള സിനിമയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് തിയേറ്ററുകളിൽ ഓടിയാൽ മാത്രം ഒരു സിനിമയ്ക്ക് ലാഭം ഉണ്ടാവുക. ഇനി തിയേറ്ററുകളിൽ ഓടിയെന്ന് പറയുന്ന സിനിമകൾ പോലും പലതും ഊതിപ്പെരിപ്പിച്ച് കാണിച്ചേക്കുന്ന കള്ളത്തരങ്ങളല്ലാതെ നിർമ്മാതാക്കളുടെ ഒന്നും കയ്യിൽ പണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നടന്മാരും സംവിധായകരും അല്ലെങ്കിൽ ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മ സിനിമ നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് ജീവിക്കാൻ പൈസയാണ് വേണ്ടത്, മുന്നോട്ട് പോകാൻ സാമ്പത്തികമാണ് വേണ്ടത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഫിനാൻഷ്യലി പരമാവധി എത്രത്തോളം സ്റ്റേബിളായി സമാധാനമായിട്ട് ഒരു വർഷം സിനിമയ്ക്ക് വേണ്ടി കളയും. അതായത് ഈ ഒരു വർഷം കളഞ്ഞാലും എൻ്റെ വൈഫോ എൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രശ്നം വന്നാലും സർവൈവ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം വരുന്നൊരു സാഹചര്യത്തിലായിരിക്കണം എനിക്ക് സിനിമ എന്ന് പറഞ്ഞ് ഇറങ്ങി ജീവിതം നശിപ്പിച്ച് കളയണം എന്നുള്ളത്. അതങ്ങനെ തന്നെ വരത്തുള്ളൂ. കാരണം നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല സിനിമ. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്കും എൻ്റേതായ രീതിയിൽ കുറച്ച് മാറി നിൽക്കണം. പൊതുവേ മാറി നിൽക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ്. അതിൻ്റെ ഇടയിൽ അവിചാരിതമായിട്ട് വന്നു വീണ കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമൻ്റായിട്ട് ഇട്ടോളൂ. ഇതിനു മുമ്പ് വന്ന കമൻറ്റുകളും കാര്യങ്ങളും ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, സംസാരിച്ചിരുന്നുകൊണ്ട് പറയൂ.